ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇത് നമ്മുടെ 68ാമത്തെ പാർട്ടാണ്. നമുക്ക് സ്റ്റോറിയിലേക്ക് പോയാലോ. ദത്തൻ 2 കുപ്പി വെള്ളവുമായി റൂമിലേക്ക് വന്നു. ഇത് ചൂടുവെള്ളം, ഇത് തണുത്ത വെള്ളം. ദത്തൻ കയ്യിൽ 2 കുപ്പികളും ടേബിളിൻ്റെ മുകളിൽ വെച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോവാണ്. തലവേദന വരാതിരിക്കാൻ ചായ കുടിച്ചു, ഉറക്കം വരാതിരിക്കാൻ മുഖം കഴുകി. ഇനി വെള്ളം കുടിക്കാൻ ദാഹിച്ച താഴേക്ക് പോകേണ്ട കാര്യമില്ല. ഓ മൈ ഗോഡ്, ഐ ആം ട്രാപ്പ്, വർണ്ണയുടെ മനസ്സ് അവളോടായി പറഞ്ഞു. അപ്പം തുടങ്ങല്ലേ. ദത്തൻ ടേബിളിൽ അവളുടെ അടുത്ത് മറ്റൊരു ചെയറിലായിരുന്നു ബുക്ക് തുറന്നു വെച്ചു. എന്നാൽ നമുക്ക് തുടങ്ങല്ലേ കുഞ്ഞേ? ദത്തൻ അവളെ നോക്കി വീട്ടിൽ ചോദിച്ചു. പറഞ്ഞ മനസ്സില്ല മനസ്സോടെ തലയാട്ടി. പഠിക്കുന്നതിന് മുമ്പേ ആദ്യം എൻ്റെ കുട്ടിക്ക് ആരാവാൻ ആഗ്രഹം എന്ന് പറ. ദത്തൻ താടിക്ക് കൈ കൊടുത്ത് അവളെ നോക്കി. എനിക്ക് അങ്ങനെയൊന്നുമില്ല ദത്ത. PG കഴിഞ്ഞാൽ നമുക്ക് പഠിപ്പ് നിർത്താം, അതാ എൻ്റെ ആഗ്രഹം. അയ്യടാ, ആ ആഗ്രഹം എൻ്റെ കുട്ടി 4 ആക്കി മടക്കി മനസ്സിൽ വെച്ചോ. പഠിച്ചൊരു ജോലി വാങ്ങിയിട്ട് വേണം എൻ്റെ കുട്ടിയെ ജോലിക്ക് അയച്ചിട്ട് എനിക്ക് സുഖമായിട്ട് വീട്ടിലിരിക്കാൻ. അത് ഈ ജന്മത്ത് നടക്കില്ല. അതൊക്കെ നടക്കും. എൻ്റെ കുട്ടി MA എക്കണോമിക്സ് അല്ലേ, അപ്പം അത് റിലേറ്റഡ് ആയിട്ട് നമുക്ക് വല്ല ജോലി നോക്കിയാലോ? വേണ്ട ദത്ത, എനിക്ക് കോഴ്സ് തന്നെ ഇഷ്ടമല്ല. പിന്നെ PG കഴിഞ്ഞ് നമുക്ക് B.Edന് പോവാം, എന്നിട്ട് ദർശനെ പോലെ ടീച്ചറാവാം. എന്നിട്ട് വേണം ആ കുട്ടികളുടെ ശാപം എനിക്ക് കിട്ടാൻ. ശാപം കിട്ടിയുള്ള ജോലിയൊന്നും എനിക്ക് വേണ്ട. മാത്രമല്ല, കുരുത്തം കെട്ട പിള്ളേർ വല്ല സംശയം ചോദിച്ചാൽ എനിക്ക് ഉത്തരം പറഞ്ഞു കൊടുക്കാറിയില്ല. എന്നാൽ MBA ചെയ്യാം, എന്നിട്ട് നമ്മുടെ കമ്പനിയിൽ ജോലിക്ക് കയറാം. എന്നിട്ട് വേണം ഞാൻ നിങ്ങളുടെ കമ്പനിയിൽ പണിയെടുത്ത് ചാവാൻ. നീയും പാർവതി ചേച്ചിയും കഷ്ടപ്പെടുന്നത് ഞാൻ കാണുന്നില്ലേ. എന്നാൽ PSC ട്രൈ ചെയ്യാം, എന്നിട്ട് ഗവൺമെൻറ് ജോലി നോക്കാം. അതിനൊക്കെ നല്ല ബുദ്ധി വേണം. എനിക്ക് ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രിയുടെ പേര് പോലും അറിയില്ല, എന്നിട്ടോ PSC. എന്നാൽ നീ തന്നെ പറയ്, ഇതൊന്നും വേണമെങ്കിൽ വേറെ ഏതാ എൻ്റെ കുട്ടിക്ക് വേണ്ടെന്ന്. എനിക്കിങ്ങനെ വീട്ടിലിരുന്ന് നിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി നീ ഓഫീസിൽ പോകുമ്പോൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ഷർട്ടൊക്കെ അയൺ ചെയ്ത് തന്ന്. മറുപടിയായി ദത്തൻ അവളെ രൂക്ഷമായി നോക്കി. പറഞ്ഞ നോക്ക്, വെറുതെ വീട്ടിലിരിക്കാവുന്ന വല്ല പ്ലാനും ഉണ്ടെങ്കിൽ അത് മാറ്റിയേക്ക്. ദത്തൻ ഗൗരവത്തിൽ പറഞ്ഞ പേടിച്ചുകൊണ്ട് തലയാട്ടി. അവൻ ബുക്കിലെ ഓരോ പേജുകളായി മറിച്ച് നോക്കാൻ തുടങ്ങി. ദത്തൻ്റെ മുഖത്തെ ആ ഗൗരവം കണ്ട് താൻ പെട്ടു എന്ന് വർണ്ണയ്ക്കും മനസ്സിലായി. കഴിഞ്ഞ സെം എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? പാസ്സാവുമോ? അവൻ ബുക്കിൽ നോക്കി ചോദിച്ചു. അതൊക്കെ ദൈവത്തിൻ്റെ കയ്യിലാണ്. അനു എന്തായാലും ജയിക്കുമെന്ന് ഉറപ്പാ. വേണിയും ഞാനും ചിലപ്പോഴേ പാസ്സാവൂ. അതെന്താ അങ്ങനെ? ഞാൻ വെച്ച ബിറ്റിലാകെ 3 ക്വസ്റ്റ്യൻ മാത്രമേ വന്നുള്ളൂ. അതും 2 5 മാർക്കിൻ്റെ, 1 3 മാർക്കിൻ്റെ. പക്ഷെ അനു വെച്ചതിൽ 3 essay കറക്റ്റ് വന്നു. വേണി പാവം, അവൾക്ക് 2 1 വേർഡ് മാത്രമേ വന്നുള്ളൂ. പറഞ്ഞതിന് ശേഷമാണ് താൻ പറഞ്ഞ എന്താന്ന് സ്വയം ഓർത്തത്. അവൾ പേടിച്ച് ദത്തനെ നോക്കിയതും അവൻ വന്ന ചിരി അടക്കി പിടിച്ചിരിക്കുകയാണ്. എന്തിനാ നീ ഇങ്ങനെ ചിരിക്കണേ? വർണ്ണയ്ക്ക് അത്ഭുതത്തോടെ നോക്കി. ബിറ്റ് വെച്ച് പാസ്സാവാനുള്ള ബുദ്ധി പോലും എൻ്റെ കുട്ടിക്ക് ഇല്ലല്ലോ എന്ന് ആലോചിച്ച് ചിരിച്ചതാ. അവൻ ടേബിളിൻ്റെ മുകളിലിരിക്കുന്ന പെൻസിലെടുത്ത് ടെസ്റ്റിൽ മാർക്ക് ചെയ്യാൻ തുടങ്ങി. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന എക്കണോമിക് ഇൻഫ്രാസ്ട്രക്ചർ ആണ്. അതിലെ ആദ്യത്തെ ടോപ്പിക്കാണ് വാട്ട് ഈസ് ദ എക്കണോമിക് ഇൻഫ്രാസ്ട്രക്ചർ. ദത്തൻ പറയുന്നു നോക്കി വർണ്ണ അവനെ കണ്ണെടുക്കാൻ നോക്കിയിരുന്നു. വർണ്ണ ആദ്യമൊക്കെ പഠിക്കുന്നതിൽ ശ്രദ്ധിച്ചെങ്കിലും പതിയെ അവളുടെ ശ്രദ്ധ മാറാൻ തുടങ്ങിയിരുന്നു. തുറന്നിട്ട ജനലിലൂടെ അകത്തേക്ക് വീഴുന്ന നേർത്ത കാറ്റിൽ ദത്തൻ്റെ മുടികൾ മുഖത്തേക്കും പാറി വീഴുന്നുണ്ട്. അതവൻ ഇടത് കൈ കൊണ്ട് ഒതുക്കി വയ്ക്കുന്നുണ്ട്. അതവൾ കൗതുകത്തോടെ നോക്കി. വലത് കൈയിൽ പെൻസിൽ കറക്കിക്കൊണ്ട് ഇടയ്ക്ക് ബുക്കിൽ ടോപ്പിക്കുകൾ മാർക്ക് ചെയ്തു വയ്ക്കുന്നുണ്ട്. ഇത്രയും പഠിക്ക്. ദത്തൻ ടേബിളിന് മുകളിലൂടെ ബുക്ക് എടുത്ത് അവളുടെ കയ്യിൽ വെച്ച് കൊടുത്തു. ഇത്ര നേരം അവൻ പറഞ്ഞത് തന്നെ ഒന്നും വർണ്ണ കേട്ടിട്ട് പോലും ഇല്ലായിരുന്നു. അവൾ മറ്റേതോ ലോകത്തായിരുന്നു. പറഞ്ഞതിന് ശേഷം അവൾ തലയാട്ടി ബുക്കും എടുത്തു വന്ന് ബെഡിലിരുന്നു. ദത്തൻ തൻ്റെ ലാപ്ടോപ്പ് ഓൺ ചെയ്ത് വർക്കുകൾ ചെയ്യാൻ തുടങ്ങി. വർണ്ണ ബുക്കും തുറന്നു വെച്ച് അതിൽ ദത്തൻ വർണ്ണ എന്ന സ്പെല്ലിങ് കണ്ടുപിടിച്ച് പെൻസിൽ കൊണ്ട് റൗണ്ട് ചെയ്യാണ്. പേജിൻ്റെ 4 മൂലയിലുള്ള ഡെക്കറേഷൻ വേറെ.
ഉറക്കെ വായിച്ച് പഠിക്കൂ കുഞ്ഞേ. ലാപ്ടോപ്പിൽ നോക്കിയാണ് അവൻ പറഞ്ഞെങ്കിലും നല്ല ഗൗരവത്തിലായിരുന്നു. കാരണം മനസ്സിലോടെ വായിക്കാൻ തുടങ്ങി. അരമണിക്കൂറിനുള്ളിൽ അവൾ 6 വട്ടം ബാത്റൂമിൽ പോയി. ഒപ്പം 2 കുപ്പി വെള്ളവും കുടിച്ചു തീർത്തു. ഇതൊക്കെ സമയം കളയാനുള്ള അവളുടെ അടവുകളാണെന്ന് ദത്തന് അറിയായിരുന്നു. അല്ലെങ്കിൽ നായ്ക്ക് 40 വട്ടം ഈ ശീലും ഭദ്രയെ റൂമിൽ ഇറങ്ങി വരുന്നതാണല്ലോ. ഇന്ന് ഈ വഴിക്ക് ഇവളമാരെ കാണാനില്ലല്ലോ. വർണ്ണ ഡോറിനരികിലേക്ക് നോക്കി ആത്മവദിച്ചു. നീ പഠിക്കാന്ന്, അതുകൊണ്ട് കുറച്ച് നേരത്തേക്ക് ഈ വഴിക്ക് വന്നു പോകരുതെന്ന് ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. ഇനി ആരെങ്കിലും വരുന്നത് നോക്കി ഡോറിന് പുറത്തേക്ക് വായ നോക്കി ഇരിക്കണ്ട. മര്യാദയ്ക്ക് വേഗം പഠിക്ക്. ദത്തൻ തിരിഞ്ഞ് അവളെ നോക്കി പറഞ്ഞു. അവൻ്റെ വർക്ക് ചെയ്യാൻ തുടങ്ങി. തനിക്ക് രക്ഷപ്പെടാൻ ഇനി ഒരു വഴിയില്ല എന്ന് മനസ്സിലായത് അവൾ പതിയെ പഠിക്കാൻ തുടങ്ങി. ഇത്തരം നല്ല ശീലങ്ങൾ കുറച്ച് നാളായിട്ട് ഇല്ലാത്തതിനാൽ പഠിച്ചെടുക്കാൻ അവൾ ഒരുപാട് ബുദ്ധിമുട്ടിയിരുന്നു. കഴിഞ്ഞോ? ദത്തൻ്റെ ശബ്ദം കേട്ട് പഠിച്ച് ഉറക്കം തൂങ്ങിയ വർണ്ണ ഞെട്ടി ഉണർന്നു. കഴിഞ്ഞു. അത് കേട്ട് ദത്തൻ എഴുന്നേറ്റ് അവളുടെ അരികിൽ വന്നിരുന്നു. താ, ഞാൻ ഒന്ന് നോക്കട്ടെ പഠിച്ചു എന്ന്. ദത്തൻ അവളുടെ കയ്യിൽ നിന്നും ബുക്ക് വാങ്ങി. ഇതെന്താ അത്തപ്പൂക്കൾ ഇട്ട് വെച്ചിരിക്കേ? ബുക്കിൻ്റെ സൈഡിലുള്ള വർണ്ണയുടെ ഡെക്കറേഷൻ കണ്ട് ദത്തൻ ചോദിച്ചു. വർണ്ണ തന്നോടല്ല ചോദിക്കുന്നതെന്ന ഭാവത്തിൽ ഇരുന്നു. ദത്തൻ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം തപ്പി തടഞ്ഞിട്ടാണ് ഈ വർണ്ണ ഉത്തരം പറഞ്ഞു ഒപ്പിച്ചു. അടുത്ത് പഠിക്കാൻ ദത്തൻ പറഞ്ഞു. വർണ്ണയുടെ മുഖം ആകെ മാറി. പിള്ളേരെ കഴിക്കാൻ വാ. ചെറിയ മോന്ന് വിളിച്ചതും വർണ്ണ പുറത്തേക്ക് ഒരു ഓട്ടായിരുന്നു. അത് കണ്ട് ദത്തന് ഒരു ചിരി വന്നു. ഇപ്പം ഇങ്ങനെയൊക്കെ ആയാ? അന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ നിനക്ക് വിശ്വാസം വന്നില്ല. ഇപ്പം മനസ്സിലായില്ലേ? ഏട്ടൻ്റെ സ്വഭാവം വെച്ച് വഴക്കല്ല, 2 അടിയാണ് തരേണ്ടേ. അത് കിട്ടാത്തത് നിന്റെ ഭാഗ്യം. വർണ്ണ നേരെ ഓടി വന്ന് ശീലുവിൻ്റെയും ഭദ്രയുടെ റൂമിലേക്കാണ്. ദത്തൻ പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം അവൾ പരാതിയായി പറഞ്ഞപ്പോൾ ഭദ്രയും ശീലു അവളെ കളിയാക്കിയിരുന്നു. അന്ന് ഇവള് പറഞ്ഞ ഓർമ്മയില്ലേ ശീലു നിനക്ക്? ഏട്ടന് ഇവളെ പേടിയാണ്, ഇവളൊരു വരച്ചാൽ അതിനപ്പുറം ഏട്ടൻ പോവില്ല എന്ന്. അത് ശരിയാ, പക്ഷേ ഏട്ടൻ പറയും ഇവളെ എവിടെ വരയ്ക്കണമെന്ന്. 2 പേരും കൂടെ എന്നെ കളിയാക്കാണല്ലേ? നോക്കിക്കൂടി, നിങ്ങളൊക്കെ 2 പേരും കെട്ടുന്നവന്മാർ പഠിപ്പിച്ചിട്ടായിരിക്കും. എന്നിട്ട് ജീവിത അവസാനം വരെ നിങ്ങളെ പഠിപ്പിച്ചു കൊല്ലൂടി. പറഞ്ഞ അവരെ ശപിച്ചു. ഓ ആയിക്കോട്ടെ, ഞങ്ങൾ ജയിച്ചു. നിങ്ങളെന്താ ഇത്ര നേരമായിട്ടും കഴിക്കാൻ വരാറായില്ലേ? ദത്തൻ ഡോറിനരികെ വന്നുകൊണ്ട് ചോദിച്ചു. ദായേട്ടാ വരിക. ഭദ്ര വേഗം പുറത്തേക്ക് ഓടി. ഇനി നിങ്ങളെ പ്രത്യേകം വിളിക്കണ? ഇപ്പം വരാൻ ദത്താ. ശീലുവിനെയും പറഞ്ഞു ഒന്ന് കണ്ണൂറ്റി പേടിപ്പിച്ചുണ്ടാവാൻ പറഞ്ഞു. എനിക്ക് മടുത്തു, എനിക്ക് പഠിക്കണ്ട. അവൾ കണ്ണു നിറച്ചുകൊണ്ട് ശീലുവിൻ്റെ മടിയിലേക്ക് കിടന്നു. പറഞ്ഞ മോളെ, എൻ്റെ കയ്യിലൊരു ഐഡിയ ഉണ്ട്. പക്ഷെ അത് എത്രത്തോളം വർക്കൗട്ട് ആവുമെന്ന് എനിക്കറിയില്ല. നിൻ്റെ കഴിവനുസരിച്ചിരിക്കും. ഞാൻ ഉദ്ദേശിക്കുന്നത് തന്നെയാണോ ശീലു നീ ഉദ്ദേശിക്കണേ? പറഞ്ഞ അവളുടെ മടിയിൽ നിന്ന് എണീറ്റുകൊണ്ട് പ്രത്യേക താളത്തിൽ ചോദിച്ചു. അത് തന്നെ, ശീലു ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞു. ശേഷം എല്ലാം പ്ലാൻ ചെയ്ത് അവർ ഭക്ഷണം കഴിക്കാൻ ഡൈനിങ് ടേബിളിൻ്റെ അടുത്തേക്ക് വന്നു. എല്ലാവരും അപ്പോഴേക്കും ഭക്ഷണം കഴിക്കാൻ വന്നിരുന്നു. ആമി ചെറിയമ്മയുടെ കൂടെ ഭക്ഷണം വിളമ്പാൻ കൂടുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ പാർത്തിയുമായി കണ്ണും തമ്മിലുണ്ട്. വർണ്ണ ഒന്നാക്കി ചിരിച്ച് ഭദ്രയുടെ അരികിൽ വന്നിരുന്നു. ഒപ്പം ശീലുവും. സാധാരണ ത്രിമൂർത്തികളിൽ ആദ്യം ഭക്ഷണം കഴിച്ചു കഴിക്കാറുള്ളതാണ്. പക്ഷെ ഇന്നെല്ലാവരും കഴിച്ചു കഴിഞ്ഞിട്ടും അവർ 3 പേരും കഴിഞ്ഞില്ല. ദത്തൻ കൈ കഴുകി അവരുടെ ഓപ്പോസിറ്റായുള്ള ചെയറിൽ വന്നിരുന്നു. ഇന്നെങ്ങാനും കഴിച്ചു കഴിയോ? ദത്തൻ അവരെ നോക്കി ചോദിച്ചു. നീ റൂമിലേക്ക് പോക്കോ ദത്ത, ഞാൻ കഴിച്ചിട്ട് വന്നോളാം. വേഗം ഒന്നും കഴിച്ചിട്ട് എണീക്കണോ അതോ ഞാൻ കഴിപ്പിക്കണോ? ദത്തൻ മുന്നിലിരിക്കുന്ന ഗ്ലാസ് വട്ടം കറക്കിക്കൊണ്ട് ചോദിച്ചു. അത് ചോദിക്കലും ഭദ്രയും ശീലവും വേഗം കഴിച്ച് ഏത് വഴിക്കാണ് ഓടിയെന്ന് അവർക്ക് പോലും അറിയില്ല. സമയം കൂടുതൽ കളയാൻ വേണ്ടി സാധാരണ കഴിക്കുന്നതിനേക്കാൾ ഇരട്ടി ഫുഡ് എടുത്തതിനാൽ വർണ്ണയ്ക്ക് അത് കഴിച്ച് തീർക്കാനും പറ്റുന്നില്ല. അവൾ ദയനീയമായി പ്ലേറ്റിലേക്കും ഫോണിലേക്കും നോക്കിയിരിക്കുന്ന ദത്തനെ നോക്കി. ദത്ത, എനിക്ക് മതി. അവൾ ചെറിയ പേടിയോടെയാണ് അത് പറഞ്ഞത്. പിന്നെന്തിന് ഇത്രയ്ക്ക് ചോറെടുത്തേ? ആവശ്യത്തിന് എടുത്താൽ പോരായിരുന്നോ? അത് മുഴുവൻ കഴിച്ചിട്ട് നീ അവിടെ നിന്ന് എണീക്കുള്ളൂ. ദേഷ്യപ്പെടല്ലേ ദത്ത, എനിക്ക് മതിയായി അതാ. അവൾ കണ്ണു നിറച്ച് പറഞ്ഞു. ദത്തനും പാവം തോന്നി. അവൻ വർണ്ണയുടെ അരികിൽ വന്നിരുന്നു.
ഭക്ഷണത്തിൻ്റെ മുന്നിലിരുന്ന് ഇങ്ങനെ കരയല്ല കുഞ്ഞെ. ഫുഡ് വെറുതെ വേസ്റ്റ് ആക്കാൻ പാടുമോ? ദത്തൻ അവളുടെ പ്ലേറ്റ് തൻ്റെ മുന്നിലേക്ക് നീട്ടി വെച്ചു. ശേഷം ചെറിയ ഉരുളയായി അവൾക്ക് നേരെ നീട്ടി. എൻ്റെ കുട്ടിക്ക് പഠിക്കാൻ എന്തത്ര മടി? പഠിക്കാൻ മടിച്ചിട്ടല്ലേ ഇങ്ങനെ ഓരോന്ന് ചെയ്യണേ? അതും ചെയ്യുന്നത് മൊത്തം മണ്ടത്തരവും. ദത്തൻ വാത്സല്യത്തോടെ അവളുടെ നെറ്റിയിൽ ഉമ്മ വെച്ചു. അത് കണ്ടുകൊണ്ടുവന്ന അബിയുടെ മുഖം ദേഷ്യത്താൽ വലിഞ്ഞു മുറുകി. അവൾക്ക് ഭക്ഷണം വാരി കൊടുക്കുന്ന ദത്തനും ചെറിയ കുട്ടിയെ പോലെ അവനോട് സംസാരിക്കുന്ന വർണ്ണയും കണ്ട് അവൻ ദേഷ്യത്തിൽ മുകളിലേക്ക് കയറിപ്പോയി. പ്ലേറ്റിലെ മുഴുവൻ ഫുഡും ദത്തൻ അവൾക്ക് വാരിക്കൊടുത്തു. ആ സമയം മുഴുവൻ ദത്തന് അവളൊരു കുഞ്ഞു കുട്ടിയായിരുന്നു. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് പറഞ്ഞ താഴെ ചുറ്റിത്തിരിയാൻ നിന്നുവെങ്കിലും ദത്തൻ പിടിച്ച പിടിയാലെ അവളെയും കൊണ്ട് റൂമിലേക്ക് നടന്നു. അവർ റൂമിലേക്ക് പോകുമ്പോൾ പാർവതി അവളുടെ മുറിയിൽ നിന്നും പുറത്തേക്ക് വരികയായിരുന്നു. അത് കണ്ട് പറഞ്ഞ അവിടേക്ക് ഓടി. എന്താ ചേച്ചി, ഉറങ്ങിയില്ലേ? മുഖമൊക്കെ വല്ലാണ്ടിരിക്കണേ. ചേച്ചിക്ക് എന്താ വയ്യേ? പനിയാണോ? പറഞ്ഞ അവളുടെ നെറ്റിയിലും കഴുത്തിലും തൊട്ട് നോക്കി. ഏയ്, എനിക്കൊരു കുഴപ്പമില്ല പറഞ്ഞ. അല്ല, എനിക്ക് സങ്കടമാവെന്ന് കരുതി ചേച്ചി വെറുതെ പറയാ. ചേച്ചിക്ക് പനിയുണ്ട്. എന്തായാലും ചേച്ചി വയ്യാത്ത സമയത്ത് ഒറ്റയ്ക്ക് കിടക്കണ്ട, നമുക്ക് ഒരുമിച്ച് കിടക്കാം പറഞ്ഞ പാർവതിയുടെ കയ്യും പിടിച്ചുകൊണ്ട് നടന്നു. അത് കേട്ട് പാർവതി ഒന്നും മനസ്സിലാവാതെ പറഞ്ഞേയും ദത്തനെയും മാറി മാറി നോക്കി. ഞാൻ ചേച്ചിയുടെ കൂടെ കിടക്കാതെ ദത്ത, അവൾ പാർവതിയുടെ കൈ പിടിച്ച് വലിച്ചുകൊണ്ട് പറഞ്ഞു. എന്നാൽ ദത്തൻ ഒന്നും മിണ്ടാതെ അവളെ നോക്കി കൈ കെട്ടിയിരുന്നു. എനിക്ക് കുഴപ്പമൊന്നുമില്ല വർണ്ണ. പാർവതി തൻ്റെ കയ്യിലെ വർണ്ണയുടെ പിടിപിടിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. കഴിഞ്ഞ നിന്റെ അഭിനയം? ദത്തൻ വർണ്ണയെ നോക്കി പേടിപ്പിച്ചു. പണ്ട് ഞാൻ ഭദ്രയുടെയും ശീലുവിനെയും പഠിപ്പിക്കാൻ വേണ്ടി വാങ്ങിയിരുന്ന ചൂല് ഇപ്പോൾ സ്റ്റോർ റൂമിലില്ലേ പാർവതി? ഉണ്ട് ദേവേട്ട. എന്തേ? അതുകൊണ്ടൊരു അത്യാവശ്യമുണ്ട് വർണ്ണ. ഞാൻ 10 വരെ എണ്ണും. അതിനുള്ളിൽ റൂമിൽ കയറി ബുക്ക് എടുത്ത് വെച്ചില്ല എങ്കിൽ ഞാൻ ചൂരലെടുക്കും. 1 2 3. ഗുഡ് നൈറ്റ് ചേച്ചി വർണ്ണ. അത് പറയുന്ന റൂമിലേക്ക് ഓടലും കഴിഞ്ഞിരുന്നു. പഠിക്കാൻ ആന മടിച്ച ഇങ്ങനെയൊക്കെ നല്ല 2 അക്ഷരം പഠിക്കുള്ളോ? ദത്തൻ ചിരിയോടെ പറഞ്ഞ റൂമിലേക്ക് പോയി. ദത്തൻ റൂമിലേക്ക് വന്ന് ഡോർ ലോക്ക് ചെയ്തു. വർണ്ണ ബുക്ക് നോക്കി വായിക്കുന്നത് കണ്ട് അവൻ ചേറി വന്നിരുന്ന് തൻ്റെ വർക്കുകൾ ചെയ്യാൻ തുടങ്ങി. ഇവനിത് പഠിപ്പിക്കാതെ തന്നെ ഉറക്കാൻ സമ്മതിക്കും തോന്നണില്ല. ശീലു, നമ്മുടെ പ്ലാൻ പുറത്തെടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കണു. എൻ്റെ അവസാന അടവ് പ്രലോഭനം. വർണ്ണ പതിയെ ബെഡിൽ നിന്ന് ഇറങ്ങി ദത്തൻ ഇരിക്കുന്ന ചെയറിൻ്റെ പിന്നിലായി വന്നു നിന്നു. ശേഷം അവൻ്റെ കഴുത്തിലൂടെ ചുറ്റിപ്പിടിച്ച് അവൻ്റെ കവിളിൽ ഉമ്മ വെച്ചു. ദത്തൻ ഒരു പുഞ്ചിരിയോടെ വീണ്ടും തൻ്റെ വർക്ക് ചെയ്യാൻ തുടങ്ങി. അത് കണ്ട് വർണ്ണ അവൻ്റെ മറ്റേ കവിളിൽ ഉമ്മ വെച്ചു. പഠിച്ചു കഴിഞ്ഞോടാ? ദത്തൻ ചോദിച്ചു. ഇല്ല. വർണ്ണ അവൻ്റെ തലയ്ക്ക് പിന്നിൽ ചേരിച്ച് നെറ്റിയിലും ഉമ്മ വെച്ചു. സമയം കളയാതെ പോയി പഠിക്കൂ കുഞ്ഞേ, എന്നിട്ട് വേണ്ട ഉറങ്ങാൻ. 5 മിനിറ്റ് റെസ്റ്റ്. വർണ്ണ അവൻ്റെ മടിയിലെ ലാപ്ടോപ്പ് ടേബിളിന് മുകളിൽ വെച്ച് അവൻ്റെ മടിയിലിരുന്നു. 5 മിനിറ്റ് ട്ടാ. ശരി ദത്ത. വർണ്ണ അവൻ്റെ മുഖം കയ്യിലെടുത്തു. അവൻ്റെ ചുണ്ടിൽ അമർത്തി ചുണ്ടിച്ചു. ദത്തനും തിരിച്ച് അവളുടെ നെറുകയിൽ ഉമ്മ വെച്ചു. വർണ്ണ തൻ്റെ ചൂണ്ടുവിരൽ കൊണ്ട് അവൻ്റെ മുഖത്തിലൂടെ വിരലോടിച്ചു. പക്ഷെ ദത്തൻ പ്രത്യേകിച്ച് മറ്റൊന്നുമില്ലാതെ പുഞ്ചിരിയോടെ ഇരിക്കുകയാണ്. ഇവനെന്താ ഇങ്ങനെ വെറുതെ ചിരിച്ചുകൊണ്ടിരിക്കണേ? വർണ്ണ മനസ്സിലാലോചിച്ച് ദത്തൻ്റെ നെഞ്ചിലേക്ക് തലവെച്ച് കിടന്നു. കറക്റ്റ് 5 മിനിറ്റായി. ഇനി പോയി പഠിക്ക്. ഒരു 5 മിനിറ്റും കൂടെ ദത്താം. ഇല്ല, പറ്റത്തില്ല. നീ ഇപ്പോൾ കാണിച്ചതിന് പിന്നിലെ ലക്ഷ്യം എനിക്കറിയാം മോളെ. ഇതിലും വലുതുണ്ടായിട്ട് കൂടെ കൺട്രോൾ കളയാതെ പിടിച്ചു നിന്നവനാണ് ഈ ദത്തൻ. എന്നിട്ടാണ് അവളുടെ ഒരു ഉമ്മ. പോയിരുന്ന് പഠിക്കടി. ദത്തൻ്റെ ശബ്ദം ഉയർന്നു. ഇതിനൊക്കെ പകരം വിട്ടാൽ എനിക്കൊരു അവസരം കിട്ടും. അന്ന് ഞാൻ കാണിച്ചു തരാടാ ദേവദത്ത. അത് വർണ്ണ അവൻ്റെ കഴുത്തിലായി അമർത്തി കടിച്ച് അവൻ്റെ മടിയിൽ നിന്ന് നീറ്റു. വർണ്ണ ബെഡിൻ്റെ അരികിലെത്തുന്നതിന് മുമ്പേ തന്നെ ദത്തൻ അവളെ പിന്നിൽ നിന്നും പുണർന്നുകൊണ്ട് അവളുടെ പിൻകഴുത്തിൽ മുഖം ചേർത്തു. കുഞ്ഞെ, ഞാൻ എൻ്റെ കുട്ടിയെ ഹഗ് ചെയ്യുമ്പോഴും കിസ് ചെയ്യുമ്പോഴും അതിൽ നിറഞ്ഞു നിൽക്കുന്ന സ്നേഹം മാത്രമാണ്. ആ സമയം എൻ്റെ മനസ്സിലുള്ള നിന്നോടുള്ള പ്രണയം മാത്രമാണ്. ഇനി ഞാൻ ചെയ്യരുത് കേട്ടോ.
നീ കുറച്ച് മുമ്പ് അങ്ങനെ ചെയ്ത് പഠിക്കാനുള്ള മടി കൊണ്ടാണെന്ന് എനിക്കറിയാം. അതിലൊരു ഫീലും ഇല്ല. ദത്തൻ അവളുടെ കാതിലായി പറഞ്ഞതും വർണ്ണയ്ക്ക് എന്തോ സങ്കടം തോന്നി. ദത്തൻ പറഞ്ഞത് ശരിയാണ്. താൻ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നോ? അവന് സങ്കടമായി കാണില്ലേ? അവൾ ദത്തന് നേരെ തിരിഞ്ഞു നിന്നു. ദത്തൻ അപ്പോഴും പുഞ്ചിരിയോടെ അവളെ നോക്കി നിൽക്കുകയാണ്. സോറി, അവൾ നിറഞ്ഞ മിഴികളോടെ പറഞ്ഞ് അവൻ്റെ നെഞ്ചിലേക്ക് മുഖം ചേർത്തു. അയ്യേ, ഇത്രയും ചെറിയ കാര്യത്തിന് എൻ്റെ കുട്ടി കരയാണോ? ഈ കുഞ്ഞു മുഖത്തിന് കരച്ചിൽ ചേരില്ല കേട്ടാ. ദത്തൻ അവളെ തന്നെ നിന്ന് അടർത്തി മാറ്റി. ഇനി ദത്തൻ്റെ കുഞ്ഞ് സ്നേഹത്തോടെ ഇവിടെ ഒരു ഉമ്മാന്ന്. ദത്തൻ തൻ്റെ കവിളിൽ തൊട്ടുകൊണ്ട് പറഞ്ഞു. വർണ്ണ അവൻ്റെ കഴുത്തിലൂടെ കൈയിട്ട് അവൻ്റെ കാലിന് മുകളിൽ കയറുന്ന പെരുവിരൽ ഊന്നിക്കൊണ്ട് അവൻ്റെ ചുണ്ടിലേക്ക് തൻ്റെ ചുണ്ടുകൾ ചേർത്തു. ദത്തൻ അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. ചുംബനം തീവ്രമായതും അത് ആദരങ്ങളെ മറികടന്ന് നാവുകൾ കെട്ടിപ്പിണഞ്ഞു. ഉമ്മിനീർ പരസ്പരം കലർന്നു. ദത്തനിൽ നിന്ന് അടർന്നു മാറാനാവാതെ വർണ്ണ വീണ്ടും വീണ്ടും അവനെ ഭ്രാന്തമായി ചുംബിച്ചു. ഒപ്പം അവൻ്റെ കൈകൾ അവളുടെ ടീഷർട്ടിനുള്ളിലൂടെ അവളുടെ ഇടുപ്പിലേക്ക് പ്രവേശിച്ചിരുന്നു. വർണ്ണ ഒന്ന് നീങ്ങിക്കൊണ്ട് അവനെ നിന്ന് അകന്നു മാറി. ദത്തൻ അവളെ എടുത്ത് ബെഡിലേക്ക് കിടത്തി. ഇന്ന് ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് നിനക്കൊരു എക്സ്ക്യൂസ് തന്നതാണ്. നാളെ മര്യാദയ്ക്ക് ഇരുന്ന് പഠിച്ചോണം. ദത്തൻ ലൈറ്റ് ഓഫ് ചെയ്ത് അവളുടെ അരികിൽ വന്ന് കിടന്നു. പഠിച്ചോളാം, അവൾ താല്പര്യമില്ലാതെ പറഞ്ഞ് തലവഴി പുറപ്പെട്ട് തിരിഞ്ഞു നടന്നു. മര്യാദയ്ക്ക് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ അടുത്ത് വന്ന് പ്രലോഭിപ്പിച്ചിട്ട് നീ ഇപ്പം തിരിഞ്ഞു നടക്കണടി. ദത്തൻ അവളുടെ മേലുള്ള പുതുപ്പ് വലിച്ചെടുത്തു. നിനക്കെന്താ വേണ്ടത് ദത്ത? എനിക്ക് ഉറക്കം വരിക. എനിക്കെന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ തരുമോ? ദത്തൻ അവൻ്റെ പതിവ് കള്ളച്ചിലോട് ചോദിച്ചു. എന്തെങ്കിലും വേണമെങ്കിൽ താഴെ അമ്മയോടെ ചെറിയമ്മയോ കാണും. നിനക്ക് വേണ്ടത് അവരോട് എടുത്തു തരാൻ പറ. എനിക്ക് ഉറങ്ങണം. എനിക്ക് ആരും എടുത്തു തരണ്ട, നീ സ്വയം എടുത്തോളാം. ദത്തൻ അവൻ്റെ ഷർട്ടിൻ്റെ ബട്ടൺസ് ഓരോന്നായി അഴിച്ചു. അതിനെന്തിനാ ഷർട്ട് അഴിക്കണേ? എന്താ ചൂട് അതാ. ദത്തൻ ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞ് അവളുടെ മുകളിലായി ഇരു കൈകളും കുത്തി നിന്നു. ദത്തൻ്റെ മുഖം തന്നിലേക്ക് അടുത്ത് വരുന്നതറിഞ്ഞതും വർണ്ണ ഇരു കണ്ണുകൾ ഇറുക്കി അടച്ചു. ദത്തൻ അവളുടെ സീമന്തരേഖയിൽ അമർത്തി ചുംബിച്ചു. അവളുടെ ഇരു കണ്ണുകളും കവളുകളിലും ഉമ്മ വെച്ചു. കണ്ണു തുറക്കതേ കുട്ടി. അവളില്ല എന്ന രീതിയിൽ തലയാട്ടി. ദത്തൻ്റെ നിശ്വാസം തൻ്റെ മുഖത്ത് പതിയുന്നതിനനുസരിച്ച് അവളുടെ ഹൃദയമെടുപ്പും വർദ്ധിച്ചു. ശരീരാകെ വെട്ടി വിയർത്തു. ഇങ്ങനെ പേടിച്ച നിൻ്റെ ഹാർട്ട് പൊട്ടിപ്പോവല്ലോ പെണ്ണെ. ദത്തൻ അവളുടെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. കണ്ണു തുറക്ക് പെണ്ണെ, ഇത് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ഒന്നുമല്ല. ശരിക്കും എനിക്ക് ചൂടെടുത്തിട്ടാ. നിനക്ക് ചൂടെടുക്കുന്നുണ്ടെങ്കിൽ നീ ടീഷർട്ട് കഴിച്ചോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ശേ, നിനക്ക് നാണെന്ന് പറയുന്ന സാധനമില്ലേ ദത്ത? എന്തൊക്കെ വഷളത്തരായി പറയണേ. ഞാൻ വഴി പോകുന്നവരോടൊന്നല്ലല്ലോ പറഞ്ഞേ, എൻ്റെ കുഞ്ഞി പെണ്ണിനോടല്ലേ. ദത്തൻ അവളുടെ കവളിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പറഞ്ഞു. മതി മതി, കിടന്നുറങ്ങാൻ നോക്ക്, നാളെ ഓഫീസിൽ പോകണ്ടല്ലേ. ഇപ്പം ഉറങ്ങാൻ മനസ്സില്ല. ദത്തൻ അവളുടെ കഴുത്തിലേക്ക് മുഖം ചേർത്തു. അവൻ്റെ താടി അവളെ ഈക്കളിപ്പെടുത്തി. അവൻ അവളുടെ തോളിൽ അമർത്തി കളിച്ചു. ഒപ്പം അവൻ്റെ കൈകൾ അവളുടെ ഇടുപ്പിലൂടെ തഴുകി അണിവാരി വന്നു നിന്നു. അവളുടെ ടീഷർട്ട് അല്പം ഉയർത്തി അവൻ അവളുടെ വയറിലേക്ക് മുഖം ചേർത്തു. ഇനി വേറെ എവിടെയെങ്കിലും ഇങ്ങനെ മറുകുണ്ടോടാ? ദത്തൻ അവളുടെ അരയിലെ മറുകിൽ തൊട്ടുകൊണ്ട് ചോദിച്ചു. ദത്ത, ഒന്ന് എണീറ്റ് പോയേ. നീ ഇന്ന് കുറച്ച് ഓവറാവുന്നുണ്ട്. നിനക്ക് നാണം മാനില്ലെങ്കിൽ എനിക്കതുണ്ട്. ദത്തനെ അവൾ തള്ളി മാറ്റാൻ ശ്രമിച്ചുവെങ്കിലും ദത്തൻ അതിനെ സമ്മതിക്കാതെ അവളുടെ വയറിൽ തന്നെ മുഖം ചേർത്ത് കിടന്നു. കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഒന്നും മിണ്ടാതെ കിടക്കുന്ന ദത്തനെ കണ്ട് അവൾ താൻ പറഞ്ഞവൻ സങ്കടമായി കാണുമെന്ന് തോന്നി. ദത്ത, അവൻ അലസമായി ഒന്ന് മൂളി. വേറെ എവിടെയില്ല. എന്ത്? അവൻ തല ഉയർത്തി സംശയത്തോടെ ചോദിച്ചു. മറുക്. അവൻ വെറുതെ ഒന്ന് മൂളി വീണ്ടും കിടന്നു. ഇത് പാരമ്പര്യ. അച്ഛന് ഈ മറുകുണ്ടായിരുന്നു. ആണോ? അപ്പം നമ്മുടെ കുഞ്ഞിനുണ്ടാവോ? ദത്തൻ തല ഉയർത്തി ആകാംക്ഷയോട് ചോദിച്ചു. ചിലപ്പോൾ. ദത്തൻ അവളുടെ ഡ്രസ്സ് ശരിയാക്കി നേരെ
അവളുടെ അടുത്ത് വന്ന് കിടന്നു. വർണ്ണ അവൻ്റെ നെഞ്ചിലേക്ക് തല വെച്ചു. ദത്തൻ പതിയെ അവളുടെ മുടിയിൽ തഴുകിക്കൊണ്ടിരുന്നു. വർണ്ണ തൻ്റെ കൈയും കാലും ഒക്കെ അവൻ്റെ മേൽ കയറ്റി വെച്ച് അവൻ്റെ മേൽ കയറി കിടന്നു. ദത്തനെ ഇരു കൈകൾ കൊണ്ടും അവളെ ഇറുക്കെ കെട്ടിപ്പിടിച്ചു. എപ്പോഴും അവർ ഉറങ്ങിപ്പോയി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാർട്ട് കഴിഞ്ഞു. എല്ലാവരും കമൻ്റ് ഇടാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ശരി. പിന്നെ ഒരു കാര്യം പറഞ്ഞു, ഇതിനകത്ത് വർണ്ണയുടെ മറുകെന്ന് പറഞ്ഞാൽ ഞാൻ കാക്കപ്പുള്ളി അല്ല കേട്ടോ ഉദ്ദേശിച്ചത്. നമ്മുടെ ഈ ബർത്ത് മാർക്കില്ലേ, ബർത്ത് സമയത്ത് നമ്മുടെ ഒരു ബ്രൗൺ കളറിൽ വരുന്ന ആ ഒരു സംഭവട്ടാ. ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പറഞ്ഞു തരാനും കഴിയണില്ല. കാക്കപ്പുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാക്കപ്പുള്ളി ചെറുതാന്ന് വിചാരിക്കില്ലേ, അതുകൊണ്ടാണ് മറുകെന്ന് പറഞ്ഞേട്ടാ. ബർത്ത് മാർക്കാണ് ഉദ്ദേശിച്ചത്. നിങ്ങൾ തന്നെ ഊഹിച്ചെടുത്ത എന്താ സംഭവം കേട്ടാ. അപ്പോൾ ശരി, ബൈ.